ഇറാൻ ഇസ്രയേൽ വാർ നടക്കുമ്പോഴാണ് കൂടുതലും ഈ ഫോൾസ് ന്യൂസുകൾ വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം വന്നതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫോൾസ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹുവിനെ കാണാനില്ല, നെതന്യാഹു മരിച്ചുപോയി. നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ വിരലുകൾ 6 ഉണ്ടായിരുന്നു, അതുകൊണ്ടത് AI വീഡിയോയാണ് എന്നുള്ള തരത്തിലുള്ള നുണകൾ പല കോണിൽ നിന്നും പ്രചരിക്കേണ്ടായി. അതായത് എങ്ങനെയെങ്കിലും മരിക്കാത്തതായിരിക്കുന്ന നെതന്യാഹുവിനെ കൊല്ലണം, അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊല്ലാൻ കഴിയാത്തതായിരിക്കുന്ന നെതന്യാഹുവിനെ ഇൻ്റർനെറ്റിലൂടെയെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും ഒന്ന് സംതൃപ്തി അടയണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നെതന്യാഹു ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അതായത് അദ്ദേഹം ഒരു ചായ കുടിക്കുന്ന ഒരു വീഡിയോ പുറത്തു വരികയുണ്ടായി. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കൈ എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് 6 വിരലില്ല, 5 വിരലേ ഉള്ളൂ എന്നുള്ള നിലയിൽ പറഞ്ഞ് പരിഹസിക്കുന്നതായിട്ട് കണ്ടു. അതായത് യഥാർത്ഥത്തിൽ ഞാൻ മരിച്ചിട്ടില്ല, യഥാർത്ഥത്തിൽ മരിച്ചത് ഖമനേയിയാണ്. പക്ഷേ ഞാൻ പല പ്രാവശ്യം സോഷ്യൽ മീഡിയയിൽ മരിച്ചു കഴിഞ്ഞു എന്നുള്ള നിലയിലാണ് ഈ പറയുന്ന നെതന്യാഹു പറഞ്ഞത്. ഈ ഇസ്രയേൽ ഇറാൻ വാർ നടക്കുമ്പോഴാണ് ഇത്രയധികം ഫോൾസ് ന്യൂസ്, അതായത് ഇസ്രയേലിൽ കത്തി അമരുന്നു, ഇസ്രയേലിൽ ചാരമാകുന്നു എന്നുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിലൂടെ സംതൃപ്തി അടയുന്നതായ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും ചെയ്ത് സംതൃപ്തി അടയുന്നതായിരിക്കുന്ന കുറേ ആൾക്കാർ. ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്ന് ഇറാനെ ആക്രമിച്ചിട്ട് ഇറാൻ്റെ നേവി ഇല്ല എന്നുള്ളതാണ്. ഇറാൻ്റെ നേവിയെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, അമർച്ച ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എയർഫോഴ്സ് ഇല്ല അവർക്ക്. അവരുടെ ആകാശം എന്ത് ചെയ്യുന്നു, തുറന്നു കിടക്കുകയാണ്. ആ ആകാശത്തിലൂടെ സൗര്യനെ ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്ലെയിനുകൾ എന്ത് ചെയ്യണം, വാർ പ്ലെയിനുകൾ പറക്കുകയാണ്, പറന്ന് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി അവർ ബോംബിടുകയാണ്. ഇതാണ് അവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഇറാനെ സോഷ്യൽ മീഡിയയിലൂടെ ജയിപ്പിക്കുവാനും ഇസ്രായേലിനെ സോഷ്യൽ മീഡിയയിൽ തോൽപ്പിക്കാനും നിൽക്കുന്നതായിരിക്കുന്ന കുറേ ആൾക്കാർ. ഇറാൻ്റെ ഇപ്പോഴത്തെ പരമാധികാരിയായിരിക്കുന്ന മോജ്താബ് ഖമൈനി എന്ന് പറയുന്ന അദ്ദേഹം ആയത്തുള്ളയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ആദ്യത്തെ പ്രതികരണം നടത്തുകയുണ്ടായി. അത് വോയിസ് ആയിട്ടല്ല, അതുപോലെ തന്നെ വീഡിയോ ആയിട്ടുമല്ല ചെയ്തത്, പകരം എഴുത്തായിരുന്നു, റിട്ടൺ ആയിട്ടാണ് അത് രേഖപ്പെടുത്തിയെന്നുള്ളതാണ്. അപ്പോൾ റിട്ടൺ ആയിട്ടൊരു ഇത് വന്നപ്പോഴേക്കും പലരും അതിനോട് പ്രതികരിച്ചു. എന്തുകൊണ്ടാണ് റിട്ടൺ ആയിട്ട് അദ്ദേഹം ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത്? അതിനുള്ള കാര്യം ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു. ഇതിന് സാരമായിട്ട് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ അറ്റാക്കിൽ അദ്ദേഹത്തിന് സാരമായിട്ട് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അല്ലെങ്കിൽ ഈ ഹോർമൂസ് കടലിടുക്കെന്ന് പറയുന്നത് അടഞ്ഞു തന്നെ കിടക്കുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് ബന്ധമുള്ളതായ രാജ്യങ്ങളിലെ കപ്പലുകളെ ഒരു കാരണവശാലും കടത്തിവിടുകയില്ല എന്നുള്ളതാണ്. അതിലൂടെ കടക്കുന്നതായിരിക്കുന്ന കപ്പലുകളെ നശിപ്പിക്കാനായിട്ട് മൈനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇറാൻ അവിടെ വിതറുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ചെന്നതായിരിക്കുന്നതായ പല കപ്പലുകൾക്കും പരിക്കേറ്റുകയുണ്ടായി സ്ഫോടനത്തിൽ. ഇൻ്റർനാഷണൽ എനർജി ഏജൻസി പറയുന്നതായ കാര്യമെന്ന് പറഞ്ഞാൽ ലോകം ഇതുവരെയും കാണാത്തതായിരിക്കുന്ന ഓയിൽ ക്രൈസിസാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ മോജ്താബ് എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ പരമാധികാരി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ ബേസ് ഉണ്ട്. ഈ ബേസ് എടുത്തു മാറ്റുക, അല്ലെങ്കിൽ ഈ ബേസ് അമേരിക്കയ്ക്ക് വെക്കുവാനായിട്ടുള്ള പെർമിഷൻ നിങ്ങൾ കൊടുക്കാതിരിക്കുക, അമേരിക്കയുടെ ബേസുകളെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യാം, സൗഹൃദമാകാം എന്നുള്ള നിലയിലാണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഈ അമേരിക്കയുടെ ബേസുകളെ ആക്രമിക്കും എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഈ യുദ്ധം നമ്മൾ വിചാരിച്ച പോലെ അത്ര പെട്ടെന്ന് നിൽക്കുകയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യുക്രൈൻ റഷ്യ വാർ അത് തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഒരാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യും, റഷ്യ എന്ന് പറയുന്ന മൈറ്റി പവർ കയറി അടിച്ച് അവരെ നിലംപരിശാക്കി പെട്ടെന്ന് എന്ത് ചെയ്യും, അത് പിടിച്ചെടുക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അതിന് എത്ര വർഷമായെന്നുള്ളത് ചിന്തിച്ച് നോക്കുക. അത് യുക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം, അത് റഷ്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തതായിരിക്കുന്ന ഒരു രാജ്യം. ഇതിപ്പോൾ അമേരിക്കയാണെന്ന് പറഞ്ഞാലും ഇസ്രായേലാണെന്ന് പറഞ്ഞാലും ശരി, ഇത് ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ, യുദ്ധം അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ മുഖം വളരെ വിരൂപമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് എന്ത് ചെയ്യും, അത് കടന്നു പോകും, ചിലപ്പോൾ വർഷങ്ങൾ തന്നെ നീണ്ടുപോയേക്കാം എന്നുള്ളതാണ്. ഇവിടെ ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യം വെക്കുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണമാറ്റമാണ്. അപ്പോൾ ഭരണമാറ്റത്തിനായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ശക്തമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് അവർ പ്രതീക്ഷിച്ച പോലെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. അവർ പ്രതീക്ഷിച്ചതുപോലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഒരു അധികാരം പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അതിന് ഒരു പക്ഷേ അവരുടെ ഭയമായിരിക്കാം. കാരണം ആർമി രംഗത്തിറങ്ങിയിരിക്കുന്ന സമയത്ത് അവരൊരു പ്രക്ഷോഭമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നുള്ളതാണ്. കാരണം ഇതിക്ക് മുമ്പ് തന്നെ ഇങ്ങനെ പ്രക്ഷോഭകരെ അടിച്ചമർത്തി അനേകരെ കൊന്ന ചരിത്രമാണുള്ളത്. ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന ചരിത്രമാണ് ഇറാൻ ഭരണകൂടത്തിനുള്ളത്. അപ്പോൾ എന്നിരിക്കെ ഇത്രയും ഒരു വാറിൻ്റെ സമയത്ത് അവർ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞാൽ, അവരൊരു പ്രക്ഷോഭമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ദയവില്ലാതെ എന്ത് ചെയ്യും, അവരെ അടിച്ചമർത്തുന്നുള്ള കാര്യം
ഉറപ്പാണ്. ഒരുപക്ഷെ അതായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ കുറച്ചുകൂടി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. മാത്രമല്ല, ഒരു വാറ് സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും തങ്ങളുടെ രാജ്യത്തെ മറ്റൊരു ശക്തി ആക്രമിക്കുന്നു എന്ന് വരുന്ന സമയത്ത് ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ദേശീയത എന്ന് പറയുന്ന സംഭവം ഉടലെടുക്കും എന്നുള്ളതാണ്. ആര് ഭരിച്ചാലും അവരെ എത്രമാത്രം ക്രൂരമായിട്ട് അവരോട് ഇടപെട്ടെന്ന് പറഞ്ഞാലും മറ്റൊരു രാജ്യം നമ്മളെ ആക്രമിക്കുന്നു, നമ്മളെ നശിപ്പിക്കുന്നു എന്നുള്ളൊരു ചിന്ത ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആ ദേശീയത വളരുമെന്നുള്ളതാണ്. ദേശീയത വളർന്നു കഴിഞ്ഞാൽ അവർ രാജ്യത്തിനൊപ്പം നിൽക്കുകയുള്ളൂ, അവർ പട്ടാളത്തിനൊപ്പം നിൽക്കുകയുള്ളൂ, രാജ്യം ജയിക്കണമെന്നേ അവർ ആഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു നിലയിൽ ഈ പറഞ്ഞ പ്രക്ഷോഭകർക്കിടയിൽ ഒരു ദേശീയത വളരുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലർ ഇതിനെ അന്ധമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ അമേരിക്ക ഈ ഗ്രൗണ്ട് ട്രൂപ്പിനെ ഇറക്കിയിട്ട് ഒരു കരയുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ അമേരിക്ക പരാജയപ്പെട്ടു പോകും എന്നുള്ള നിലയിലാണ്. പക്ഷേ അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ള സംശയമാണ്. ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് ഹമാസ് എന്ന് പറയുന്നത് തുരങ്കങ്ങളിലിരുന്ന് അണ്ടർഗ്രൗണ്ട് തുരങ്കങ്ങളിലിരുന്ന് യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുമായിട്ട് ഇസ്രായേൽ ട്രൂപ്പ് പോയിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ പരാജയപ്പെടുവാനുള്ള സാധ്യത ഏറെയാണെന്നുള്ള നിലയിൽ അന്നും പറഞ്ഞിരുന്നു. എന്നാൽ അതിനെ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഹമാസ് എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഇല്ലാത്തവണ്ണം എന്ത് ചെയ്തു, ഇസ്രായേൽ ഈ തുരങ്കത്തിൽ തന്നെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ അമേരിക്കൻ സൈനികരെന്ന് പറയുമ്പോൾ അവർ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ളതാണ്. അവർ അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും, ഇറാഖിലും അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും ഇതേ സാഹചര്യത്തിൽ യുദ്ധം ചെയ്ത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പട്ടാളക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ കരയുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പരാജയപ്പെട്ടു പോയെന്നുമില്ല, പക്ഷേ അവർക്ക് ക്യാഷ്വാലിറ്റി ഉണ്ടാവും. അമേരിക്കയ്ക്ക് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ക്യാഷ്വാലിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവരുടെ സൈനികർ, ജീവനോടെ ഇരിക്കുന്ന സൈനികരെ കൊണ്ടുപോയി കൊല കൊടുക്കേണ്ടതായിരിക്കുന്ന ഒരു ആവശ്യം ഇല്ല. പക്ഷേ തീർച്ചയായിട്ടും അമേരിക്ക എന്ത് ചെയ്യും, ആ യുദ്ധത്തിൽ ജയിക്കും, ചിലപ്പോൾ ഭരണമാറ്റത്തിന് വരെ അത് ഇടവരുത്തിയേക്കാം. പക്ഷേ അമേരിക്കയ്ക്ക് ക്യാഷ്വാലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് ക്യാഷ്വാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ചയാണ്. ഈ യുദ്ധം ഇസ്രായേലും അമേരിക്കയും പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്കറിയാം ഈ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഓയിൽ ക്രൈസിസ് ഉണ്ടാകുമെന്നുള്ള കാര്യം. ഭവിഷ്യത്ത് എന്താണെന്ന് അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ യുദ്ധത്തിലേക്ക് വന്നിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സർപ്രൈസ് ആയിട്ട് അവർ യുദ്ധം ചെയ്തു, അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് വന്നപ്പോഴേക്കും അവർ ഭയന്നു പോയി, അവർ അമ്പരന്ന് പോയി എന്നുള്ള നിലയിലല്ല. അമേരിക്കയ്ക്ക് അറിയാം, അതുപോലെ തന്നെ ഇസ്രായേലിന് അറിയാം ഈ യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളുണ്ടാകും എന്നുള്ളത്. അത് അമേരിക്കയെ ഏത് നിലയിൽ ബാധിക്കും, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ ഏത് നിലയിൽ ബാധിക്കും എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം എന്താണ്, അല്പം ഒന്ന് ക്ഷമിക്കാനാണ് പറയുന്നത്. ഇപ്പോഴുള്ള ചെറിയ ബുദ്ധിമുട്ട് വലിയ നേട്ടത്തിന് കാരണമാകുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇത് കാര്യമായിട്ട് ഗുണം ചെയ്യുന്നതിലേക്ക് ഈ കാര്യം നീങ്ങും എന്നുള്ള നിലയിലാണ് ട്രംപും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും പറയുന്നത്. യുദ്ധം അതിൻ്റെ തീക്ഷ്ണതയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളെയും അതിനോട് ചുറ്റിപ്പറ്റി അതിനെ ആശ്രയിച്ച് കഴിയുന്ന എല്ലാ രാജ്യങ്ങളെയും എന്ത് ചെയ്യും, ബാധിക്കുമെന്നുള്ള കാര്യം അത് ഉറപ്പാണ്. കാരണം പ്രത്യേകിച്ച് ഇത് മിഡിൽ ഈസ്റ്റിലാണ് സംഭവിക്കുക എന്നുള്ളതാണ്. ലോകത്തിലെ സാമ്പത്തിക ഗതിയെ നിയന്ത്രിക്കുന്നതായിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണിത് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നടക്കുന്നതായിരിക്കുന്ന ഒരു യുദ്ധം അത് ലോകത്തെ, നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. നമ്മുടെ അടുക്കളയിൽ പോലും തീ പുകയണമെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.